2012 ഇറങ്ങിയ ഒരു അടിപൊളി ആക്ഷൻ സയൻസ് ഫിക്ഷൻ സിനിമയാണ് ജോൺ കാർട്ടർ. നിധി തേടിപ്പോയ ഒരാള് അബദ്ധത്തിൽ ടെലിപോർട്ടായി മാർസിലെത്തി. അവിടെയുള്ള ഏലിയൻസ് ഉടൻ തന്നെ അവനെ പിടികൂടി. പിന്നെ അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ച് ഭൂമിയിൽ വരാൻ ശ്രമിക്കുന്നതും അവസാനം അവൻ തന്നെ ഏലിയൻസിനെ ഒരു ദുഷ്ടശക്തിയിൽ നിന്നും രക്ഷിക്കുന്നതും അതിനിടയിൽ സംഭവിക്കുന്ന സാഹസികതകളുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. 19ാം നൂറ്റാണ്ടിലാണ് കഥ നടക്കുന്നത്. മാർസിൽ ജീവനൊന്നുമില്ല എന്നാണ് മനുഷ്യര് കരുതുന്നത്. എന്നാൽ അത് തെറ്റായിരുന്നു. മാർസിൽ പലതരം ജീവിവർഗങ്ങളുണ്ട്. മനുഷ്യരൂപത്തിൽ തന്നെയുള്ള ഒരു പുരോഗമന സമൂഹവും ഇവിടെയുണ്ട്. റെഡ് മാർഷ്യൻസ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ മാർസ് മൊത്തം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകെ കുറച്ച് സിറ്റികൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതിൽ ഏറ്റവും പവർഫുൾ ആയ സിറ്റികളിൽ ഒന്നാണ് സൊഡാങ്ക. വില്യമാണ് സൊഡാങ്കയുടെ രാജാവ്. മറ്റ് സിറ്റികളെയൊക്കെ ആക്രമിച്ച് കൊള്ളയടിക്കുന്നതാണ് സൊഡാങ്കയുടെ രീതി. കാലാകാലങ്ങളായിട്ട് അവരിങ്ങനെ തന്നെയാണ്. ബാക്കി എല്ലാ സിറ്റികളിലും അവരെ കൊള്ളയടിച്ചിട്ടുണ്ട്. പക്ഷേ ഹീലിയം എന്ന ഒരേ ഒരു സിറ്റി മാത്രം അവരെ എതിർത്ത് നിൽക്കുകയാണ്. പല നൂറ്റാണ്ടുകളായിട്ട് സൊഡാങ്കയും ഹീലിയവും തമ്മിൽ നിരന്തരമായ യുദ്ധത്തിലാണ്. എങ്കിലും ഇതുവരെ അവർക്ക് ഹീലിയത്തിനെ കീഴടക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു ദിവസം സൊഡാങ്കയും ഹീലിയവും തമ്മിൽ യുദ്ധം ചെയ്യുകയായിരുന്നു. എയർഷിപ്പുകൾ ഉപയോഗിച്ചാണ് യുദ്ധം ചെയ്യുന്നത്. സൊഡാങ്കയുടെ സോൾജേഴ്സിനെ എല്ലാം ഹീലിയം സോൾജേഴ്സ് കൊന്നൊടുക്കാൻ തുടങ്ങി. അപ്പോൾ പതിവ് പോലെ ഇത്തവണയും നമ്മൾ തോൽക്കുമെന്ന് വില്യമിന് മനസ്സിലായി. എന്നാൽ പെട്ടെന്ന് അവിടെ 3 പേര് പ്രത്യക്ഷപ്പെട്ടു. അവര് ഒരുതരം നീല ഊർജം ഉപയോഗിച്ച് വില്യമിനെ ഒഴികെ ബാക്കി എല്ലാവരെയും ഒറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ കൊന്നുകളഞ്ഞു. ഇവര് മാർസിലെ മറ്റൊരു വർഗം ജീവികളാണ്. തേൺസ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഇവർക്കും മനുഷ്യരൂപം തന്നെ. പക്ഷെ ഇവര് റെഡ് മാർഷ്യൻസിനേക്കാളും മനുഷ്യരെക്കാളും ഒക്കെ ഒരുപാട് പുരോഗമിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ദൈവങ്ങളെ പോലെയാണ് മാർഷ്യൻസ് പരിഗണിക്കുന്നത്. ഇവർക്ക് നിന്ന നിൽപ്പിൽ തന്നെ രൂപം മാറാനുള്ള കഴിവുണ്ട്. നടുക്കു നിൽക്കുന്ന ഷാങ് ആണ് തേൺസിന്റെ ലീഡർ. അവൻ വന്ന് വില്യമിനൊരു പവർഫുൾ ആയ വെപ്പൺ കൊടുത്തു. കിട്ടിയ ഉടനെ അവൻ അത് വെച്ച് തേൺസിനെ തന്നെ ആക്രമിക്കാൻ നോക്കി. പക്ഷെ തേൺസിന് ഒന്നും പറ്റിയില്ല. ഷാങ് ആണെങ്കിൽ വെറുതെ ഒന്ന് കൈ കാണിച്ചതും വില്യം തെറിച്ചുപോയി. ശേഷം എന്തിനാണ് ഈ വെപ്പൺ എനിക്ക് തന്നതെന്ന് വില്യം ചോദിച്ചു. അപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിനു വേണ്ടി നമ്മൾ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണെന്നും അതിനാൽ ഹീലിയവുമായുള്ള യുദ്ധത്തിൽ നിന്നെ സഹായിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണെന്നും ഷാങ് പറഞ്ഞു. അത് കേട്ടപ്പോൾ വില്യമിന് സന്തോഷമായി. 10 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിലെ രംഗമാണ് അടുത്തു കാണിക്കുന്നത്. സിനിമയിലെ പ്രധാന കഥാപാത്രമായ ജോൺ ന്യൂയോർക്ക് സിറ്റിയിലൂടെ നടക്കുകയാണ്. അവരെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ജോൺ ശ്രദ്ധിക്കുകയും ചെയ്തു. നേരെ പോസ്റ്റ് ഓഫീസിലേക്കാണ് അവൻ പോയത്. എമർജൻസി ആണെന്നും പറഞ്ഞ് അവൻ ആർക്കോ ഒരു കത്തയച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ആ കത്ത് അവന്റെ അനന്തരവൻ നെഡിന്റെ കയ്യിൽ കിട്ടി. നീ എത്രയും വേഗം വന്ന് എന്നെ രക്ഷിക്കണമെന്നാണ് കത്തിൽ എഴുതിയിരുന്നത്. അതുകൊണ്ട് അവൻ ഉടനെ ട്രെയിനിൽ കയറി ന്യൂയോർക്കിലേക്ക് പുറപ്പെട്ടു. ഒടുവിൽ ജോണിന്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ജോണിന് പകരം ജോണിന്റെ ലോയറാണ് ഉണ്ടായിരുന്നത്. സംഭവം 2 ദിവസങ്ങൾക്ക് മുന്നേ ജോൺ തികച്ചും അപ്രതീക്ഷിതമായിട്ട് മരിച്ചുപോയി. മരിക്കുന്നതിന് മുന്നേ അവന്റെ സകല സ്വത്തുക്കളും നെഡിന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിന് സമീപത്ത് തന്നെയാണ് അവന്റെ കല്ലറ. ആ കല്ലറയുടെ വാതില് എന്തോ ഒരു സീക്രട്ട് കോഡ് ഉപയോഗിച്ച് മാത്രമേ തുറക്കാൻ കഴിയൂ. അങ്ങനെ ലോയർ കാര്യങ്ങളൊക്കെ നെഡിന് പറഞ്ഞു കൊടുത്തു. നെഡ് മാത്രമേ വായിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ജോൺ ഒരു പുസ്തകവും ലോയറിനെ ഏൽപ്പിച്ചിരുന്നു. അത് നെഡിന് കൊടുത്തിട്ട് ലോയർ അവിടുന്ന് പോയി. അയാൾ പോയതും നെഡ് ആ പുസ്തകം തുറന്ന് അതിൽ എഴുതിയിരുന്ന കഥ വായിക്കാൻ തുടങ്ങി. 10 വർഷങ്ങൾക്ക് മുൻപാണ് കഥയുടെ തുടക്കം. ഈ കാലത്തിൽ ജോൺ നിധി തേടി നടക്കുന്ന ഒരാളായിരുന്നു. അവൻ എവിടുന്ന് കുറച്ച് സ്വർണം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം അവൻ ബാറിൽ പോയപ്പോൾ കുറച്ച് പോലീസുകാർ അവനെ അറസ്റ്റ് ചെയ്യാൻ വന്നു. ആദ്യം ജോൺ അവരെ എല്ലാം ഇടിച്ചിട്ടു. പക്ഷെ അവസാനം എല്ലാവരും കൂടെ ചേർന്ന് അവനെ പിടികൂടി. എന്നിട്ട് അവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. സംഭവം നിധി തേടുന്ന പേരിൽ പണ്ട് ജോൺ എന്തോ ഒരു പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പോലീസ് അവനെ അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്ത ശേഷം അവനെ പിടിച്ച് സെല്ലിലടച്ചു. എന്നാൽ കുറച്ചു കഴിഞ്ഞ് അവൻ തന്ത്രപൂർവ്വം സെല്ലിന്റെ കാവൽക്കാരനെ അടുത്തോട്ട് വിളിച്ചു വരുത്തി. അയാൾ അടുത്തു വന്നതും അവൻ അയാളെ ഇടിച്ച് ബോധം കെടുത്തി. എന്നിട്ട് അയാളുടെ നിന്ന് താക്കോല് മോഷ്ടിച്ച് പുറത്തിറങ്ങിയ ശേഷം ഒരു കുതിരപ്പുറത്ത് കയറി അവൻ അവിടുന്ന് രക്ഷപ്പെട്ടു. അത് പോലീസുകാരെ കണ്ടു. അങ്ങനെ കുറെ പോലീസുകാരും അവന്റെ പിന്നാലെ പോയി. കുറെ ദൂരം പോയപ്പോൾ ജോൺ ഒരു കൂട്ടം കൊള്ളക്കാരുടെ മുന്നിൽ ചെന്ന് പെട്ടു. അവരടുത്ത് സംസാരിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് കരുതിയപ്പോൾ പിന്നാലെ വന്ന പോലീസുകാരെ പെട്ടെന്ന് കൊള്ളക്കാരെ വെടിവെച്ചു. അങ്ങനെ കൊള്ളക്കാരും പോലീസുകാരും തമ്മിൽ ഫൈറ്റായി. അതിനിടയിൽ ജോൺ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കി. പക്ഷെ അപ്പോഴാണ് വെടികൊണ്ട് വീണ ഒരു പോലീസുകാരൻ എന്നെ സഹായിക്കണമെന്ന് അപേക്ഷിച്ചത്. അങ്ങനെ അയാളെയും തൂക്കിയെടുത്തോണ്ട് ജോൺ വേഗം അവിടുന്ന് എസ്കേപ്പായി. അത് കണ്ട് കുറച്ച് കൊള്ളക്കാരെ ജോണിന്റെ പിന്നാലെ പോയി. അവര് കുറെ ദൂരം ജോണിനെ തുരത്തി. അവസാനം ഒരിടത്തെത്തിയപ്പോൾ ഒരു ഗുഹ കണ്ടു. ജോൺ പെട്ടെന്ന് പോലീസുകാരനെയും കൊണ്ട് ആ ഗുഹയിൽ കയറി ഒളിച്ചിരുന്നു. അങ്ങനെ അവര് കൊള്ളക്കാരിൽ നിന്നും രക്ഷപ്പെട്ടു. ശേഷം ആ ഗുഹ മുഴുവൻ പരിശോധിച്ചു നോക്കിയപ്പോൾ ഉള്ളിൽ സ്വർണം കൊണ്ട് നിർമ്മിതമായ ചുമരുകൾ കണ്ടു. അവന് ശരിക്കും സന്തോഷമായി. പെട്ടെന്ന് ഒരു തേൺ അവനെ പിന്നിൽ നിന്നും ആക്രമിക്കാൻ വന്നു. എന്നാൽ ജോൺ അയാളെ വെടിവെച്ച് വീഴ്ത്തി.
അപ്പോഴാണ് തേണിന്റെ കയ്യിൽ തിളങ്ങുന്ന എന്തോ ഒരു ഡിവൈസ് ഇരിക്കുന്നത് കണ്ടത്. ജോൺ കൗതുകത്തോടെ അത് ചെന്ന് എടുത്തു നോക്കി. ആ സമയം തേൺ മന്ത്രം പോലെ എന്തോ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ട് ജോണും ആ മന്ത്രം പറഞ്ഞു. ഉടനെ അവൻ ഗുഹയിൽ നിന്നും എങ്ങോട്ടോ ടെലിപ്പോർട്ടായി. പിന്നെ കണ്ണു തുറന്നപ്പോൾ അവനൊരു വിചിത്രമായ മരുഭൂമിയിലായിരുന്നു. അവൻ എണീറ്റ് നടക്കാൻ നോക്കിയതും പെട്ടെന്ന് ഉയർന്നു പൊങ്ങി. അങ്ങനെ ബാലൻസ് കിട്ടാതെ അവൻ നിലത്ത് വീണു. അതിനിടയിൽ അവന്റെ ഇരുന്ന ടെലിപ്പോർട്ടിംഗ് ഡിവൈസ് തെറിച്ചു പോയത് അവൻ അറിഞ്ഞില്ല. ശേഷം കുറെ നേരം ശ്രമിച്ചപ്പോഴാണ് അവന് നടക്കാൻ പറ്റിയത്. ചെറുതായിട്ടൊന്ന് ചാടുമ്പോൾ തന്നെ അവൻ ഒരുപാട് ദൂരത്തിൽ എത്താൻ സാധിക്കുന്നുണ്ട്. അതായത് പെട്ടെന്ന് ഗ്രാവിറ്റി ഒരുപാട് കുറഞ്ഞതുപോലെ. അവൻ ആകെ കൺഫ്യൂഷനിലായി. സംഭവം യഥാർത്ഥത്തിൽ അവനിപ്പോ മാർസിലാണ് നിൽക്കുന്നത്. പക്ഷെ അവൻ അതറിയില്ല. അങ്ങനെ അവൻ അത്ഭുതത്തോടെ ചാടി ചാടി പോകുന്നതിനിടയിൽ ഒരു പാറയിൽ നിന്നും എന്തോ ശബ്ദം കേട്ടു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അതിനകത്ത് കുറെ മുട്ടകൾ വിരിയുന്നത് കണ്ടു. മുട്ട വിരിഞ്ഞ് പുറത്തു വന്നത് പച്ച നിറത്തിലുള്ള എന്തോ ഒരു തരം വിചിത്രമായ കുട്ടികളാണ്. അത് കണ്ട് അമ്പരന്ന് നിൽക്കുമ്പോഴാണ് 4 കൈകളുള്ള കുറെ ഏലിയൻസ് അവിടെ വന്നത്. ഇവര് താർക്സ് എന്ന മറ്റൊരു വർഗമാണ്. ടർക്കാസ് ആണ് താർക്സിന്റെ രാജാവ്. ജോണിന്റെ ടെലിപ്പോർട്ടിംഗ് ഡിവൈസ് ടർക്കാസിന്റെ കയ്യിൽ കിട്ടി. ജോണിനെ കണ്ടതും താർക്സ് അവനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവൻ കുതിച്ചു ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കണ്ട് ടർക്കാസിന് അത്ഭുതമായി. ഇത്രയും അതിശയകരമായ കഴിവുള്ള ഒരുത്തനെ കൊല്ലണ്ടെന്ന് ടർക്കാസ് പറഞ്ഞു. എന്നിട്ട് അവൻ ആയുധങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് പതിയെ ജോണിന്റെ പക്കലേക്ക് പോയി. അവൻ ജോണിന്റെ അടുത്ത് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവന്റെ ഭാഷ ജോണിന് മനസ്സിലായില്ല. അങ്ങനെ ഞാൻ ന്യൂയോർക്കിൽ നിന്നുമാണ് വന്നതെന്ന് ജോൺ പറഞ്ഞപ്പോ അത് അവന്റെ പേരാണെന്നാണ് ടർക്കാസ് കരുതിയത്. നീ നേരത്തെ ചാടിയതുപോലെ ഒരിക്കൽ കൂടെ ചാടാൻ ടർക്കാസ് ആംഗ്യം കാണിച്ചു പറഞ്ഞു. ഉടനെ ജോൺ ചാടി ചെന്ന് നേരത്തെ ടർക്കാസ് മാറ്റിയിട്ട വെപ്പൺസ് എടുത്തു. പക്ഷെ അവനത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. അതിനിടയിൽ ഒരു താർക്ക് ജോണിനെ മയക്ക് വെടിവെച്ച് വീഴ്ത്തി. പിന്നെ കണ്ണു തുറക്കുമ്പോൾ താർക്സ് കുട്ടികൾക്കൊപ്പം അവനെയും കെട്ടിവെച്ചുകൊണ്ട് എങ്ങോട്ടോ പോവുകയായിരുന്നു. ഈ സമയം ഹീലിയം സിറ്റിയിൽ രാജകുമാരി ദേജ അവളുടെ പുതിയ കണ്ടെത്തൽ അച്ഛന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോൾ അച്ഛൻ ടാർഡോസ് വന്നു. അവനാണ് ഹീലിയം സിറ്റിയുടെ രാജാവ്. വില്യമിന് കിട്ടിയ പുതിയ വെപ്പണിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടാണ് ടാർഡോസും കൂട്ടരും കയറി വന്നത്. ആ വെപ്പണിൽ നിന്നും വരുന്ന നീലപ്രകാശം വന്ന് പതിച്ച ഉടനെ നമ്മുടെ എയർഷിപ്പുകളൊക്കെ പപ്പടം പൊടിയുന്നത് പോലെ പൊടിയുന്നുവെന്നാണ് കമാൻഡർ പറയുന്നത്. അതുമാത്രമല്ല ബാക്കി എല്ലാ സിറ്റികളെയും വില്യം ഇപ്പോ കീഴടക്കിയിരിക്കുകയാണ്. ഇനി അടുത്ത് ഉടൻ തന്നെ അവൻ ഈ സിറ്റിയെ ആക്രമിക്കാൻ വരും. എങ്ങനെ നോക്കിയാലും നമുക്ക് അവനെ എതിർത്ത് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് വില്യം പറയുന്നത് അനുസരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് മന്ത്രിമാരെല്ലാം പറയുന്നത്. അപ്പോൾ അതേ നീലപ്രകാശത്തിന്റെ ഊർജം എടുക്കാനുള്ള ഒരു മെഷീൻ ഞാനും കണ്ടെത്തിയെന്ന് ഡേജ പറഞ്ഞു. 9th റേ എന്നാണ് അവൾ ആ പ്രകാശത്തിനെ വിളിക്കുന്നത്. അത് കേട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. ശേഷം അവൾ ആ യന്ത്രം പ്രവർത്തിപ്പിച്ച് കാണിക്കാൻ നോക്കി. എന്നാൽ രാജാവിന്റെ കൂടെയുള്ള ഒരുത്തൻ ആരും കാണാതെ ആ മെഷീനിൽ തൊട്ടതും മെഷീൻ കേടായിപ്പോയി. അപ്പോൾ ദേജയുടെ കണ്ടുപിടുത്തം പരാജയപ്പെട്ടുവെന്നാണ് എല്ലാവരും കരുതിയത്. അങ്ങനെ എല്ലാവരുടെയും പ്രതീക്ഷ വീണ്ടും നഷ്ടമായി. ശേഷം ടാർഡോസ് ദേജയോടൊരു കാര്യം പറഞ്ഞു. ദേജയെ വിവാഹം ചെയ്തു കൊടുത്താൽ ഹീലിയം സിറ്റിയെ ഞാൻ ആക്രമിക്കില്ലെന്ന് വില്യം അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാനാണ് എന്റെ തീരുമാനമെന്ന് ടാർഡോസ് പറഞ്ഞു. അത് കേട്ട് ദേജ ആകെ ടെൻഷനിലായി. പക്ഷേ രാജാവിനെ അനുസരിക്കുകയല്ലാതെ അവൾക്ക് വേറെ നിവൃത്തിയുണ്ടായിരുന്നില്ല. അങ്ങനെ എത്രയും വേഗം കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങാൻ ടാർഡോസ് ഉത്തരവിട്ടു. ശേഷം നേരത്തെ മെഷീൻ തകർത്തവന്റെ യഥാർത്ഥ രൂപം കാണിക്കുന്നുണ്ട്. അത് ശരിക്കും ഒരു തേണായിരുന്നു. രാജാവിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ അവൻ ഇവിടെ ഒരു സ്പൈ ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ താർക്സ് ജോണിനെയും കൊണ്ട് അവരുടെ സിറ്റിയിലെത്തി. താർക്സ് ടെക്നോളജിക്കലായിട്ട് അത്ര വളർന്നിട്ടില്ലാത്തവരാണെന്ന് ഈ സിറ്റി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഇവര് ശരിക്കും റെഡ് മാർഷ്യൻസിനെ ശത്രുക്കളായിട്ടാണ് കാണുന്നത്. അതിനാൽ ജോണിനെ കണ്ടതും റെഡ് മാർഷ്യനാണെന്ന് കരുതി ഹജൂസ് എന്നൊരുത്തൻ അവനെ കൊല്ലാൻ നിന്നു. എന്നാൽ ടർക്കാസ് അവനെ തള്ളി മാറ്റി. അപ്പോൾ ദേഷ്യം വന്ന ഹജൂസ് ടർക്കാസിനെ ചലഞ്ച് ചെയ്തു. പക്ഷേ ഭൂരിപക്ഷം പേരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അങ്ങനെ ചലഞ്ച് ചെയ്യാൻ പറ്റൂ. ഹജൂസിനെ സപ്പോർട്ട് ചെയ്യാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവനെ ചലഞ്ച് ചെയ്യാനും പറ്റില്ല. ശേഷം ടർക്കാസ് ജോണിനോട് ചാടാൻ ആംഗ്യം കാണിച്ചു. പക്ഷേ ജോൺ ചാടിയില്ല. ദേഷ്യം വന്ന ടർക്കാസ് ജോണിനെ ഇടിച്ചു വീഴ്ത്തി. എന്നിട്ട് ഇവന് പച്ചവെള്ളം പോലും കൊടുക്കരുതെന്ന് പറഞ്ഞ് ജോണിനെ കുട്ടികളെ ഇട്ടിരിക്കുന്ന കൂട്ടിൽ കൊണ്ട് കെട്ടിയിട്ടു. കുറച്ചു കഴിഞ്ഞ് സോളോ എന്നൊരുത്തി കുട്ടികൾക്ക് വെള്ളം കൊടുക്കാൻ വന്നു. അപ്പോൾ സഹതാപം തോന്നി ജോണിനും വെള്ളം നൽകി. ആ വെള്ളം കുടിച്ച ഉടനെ അവൻ ബോധം കെട്ടുപോയി. പിന്നെ കുറെ മണിക്കൂറുകൾ കഴിഞ്ഞാണ് അവൻ കണ്ണു തുറക്കുന്നത്. അപ്പോൾ പട്ടിയെ പോലത്തെ ഒരു ജീവിയെ കണ്ടു. ജിമ്മി എന്നാണ് അതിന്റെ പേര്. ജോണിനെ കണ്ടതും ജിമ്മി പെട്ടെന്ന് അവന്റെ കൂട്ടുകാരനായി. ശേഷം കുറെ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ ജോൺ അവനെ കെട്ടിയിരുന്ന ചങ്ങല വലിച്ചു പൊട്ടിച്ചു. ശേഷം അവൻ ടെലിപ്പോർട്ടിംഗ് ഡിവൈസ് എവിടെയാണെന്ന് തിരയാൻ തുടങ്ങി. അതിനിടയിൽ ജിമ്മി അവനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. അവൻ എത്ര ദൂരത്തിൽ ചാടിയാലും ഒറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ ജിമ്മിയും അവിടെ എത്തും. കാരണം ജിമ്മിക്ക് ഫ്ലാഷിനെ പോലെ അതിവേഗത്തിൽ സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. സമീപത്തെന്തോ ശബ്ദം കേട്ടിട്ട് ജോൺ അങ്ങോട്ട് ചെന്ന് നോക്കി.
അവിടെ താർക്സ് എല്ലാം കൂടെ പാർട്ടി നടത്തുകയാണ്. ജിമ്മി അബദ്ധത്തിൽ അവരുടെ ഇടയിൽ ചെന്ന് പെട്ടു. ഉടനെ ഞങ്ങളുടെ പാർട്ടി ഡിസ്റ്റർബ് ചെയ്തു എന്നും പറഞ്ഞ് താർക്സ് എല്ലാം കൂടെ ജിമ്മിയെ തല്ലാൻ തുടങ്ങി. അതുകൊണ്ട് ജിമ്മിയെ രക്ഷിക്കാൻ വേണ്ടി ജോണും അവരുടെ ഇടയിലേക്ക് ചാടിയിറങ്ങി. എന്നിട്ട് ഒരുത്തനെ ഒറ്റ ഇടിയിൽ കൊന്നുകളഞ്ഞു. അത് കണ്ട് എല്ലാവർക്കും അത്ഭുതം തോന്നി. പക്ഷേ പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടെ അവനെ പിടിച്ചുകെട്ടി. അപ്പോഴാണ് താർക്സിന്റെ ഭാഷ തനിക്കും മനസ്സിലാകുന്നുണ്ടെന്ന് ജോൺ ശ്രദ്ധിച്ചത്. താർക്സും അത് ശ്രദ്ധിച്ചു. ഇവിടുത്തെ വെള്ളം കുടിച്ചാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ സോളോ അവന് വെള്ളം നൽകിയെന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി. ഉടനെ രാജകൽപ്പന ലംഘിച്ചുവെന്നും പറഞ്ഞ് അവളെയും കൂടെ പിടിച്ചുകെട്ടി. അടുത്ത ദിവസം രാവിലെ രണ്ടുപേർക്കും പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടി ഒരു സ്റ്റേജിൽ കെട്ടിയിട്ടു. ആദ്യം സോളോയുടെ തോളിൽ കമ്പി പഴിപ്പിച്ച് കുത്തിവെച്ചു. എന്നിട്ട് ഇനി തെറ്റ് ചെയ്താൽ നിന്നെ കൊന്നുകളയുമെന്ന് താക്കീതും നൽകി. അടുത്ത് ജോണിനെ ശിക്ഷിക്കാൻ നിന്നതും ഉടനെ സമീപത്ത് സൊറാങ്കയുടെയും ഹീലിയത്തിന്റെയും എയർഷിപ്പുകൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് കണ്ടു. സംഭവം വിവാഹത്തെ ഭയന്ന് ദേജ ഈ ഷിപ്പിൽ കയറി എങ്ങോട്ടോ രക്ഷപ്പെട്ടു പോവുകയാണെന്നറിഞ്ഞിട്ട് വില്യം അവളെ പിടികൂടാൻ വന്നതാണ്. വില്യം പുല്ല് പോലെ ഹീലിയത്തിന്റെ സോൾജേഴ്സിനെയൊക്കെ കൊന്നുകളഞ്ഞു. എന്നിട്ട് ദേജയുടെ ഷിപ്പിൽ കയറി വന്നു. ആ തക്കത്തിൽ ദേജ നേരെ വില്യമിന്റെ ഷിപ്പിൽ കയറി രക്ഷപ്പെടാൻ നോക്കി. പക്ഷെ അവൾക്ക് കൃത്യമായിട്ട് ഷിപ്പ് പറത്താൻ അറിയാത്തത് കൊണ്ട് അത് ചെന്ന് മറ്റേ ഷിപ്പിൽ ഇടിച്ചു. അത് കാരണം അവള് തെറിച്ച് പുറത്തുപോയി. താഴെ ചെന്ന് വീഴാതെ അവൾ ഒരു കമ്പിയിൽ പിടിച്ച് തൂങ്ങി നിന്നു. അവളെ കണ്ടതും അത് മനുഷ്യനാണെന്ന് കരുതി ജോൺ പെട്ടെന്ന് ചാടി അവളെ രക്ഷിക്കാൻ പോയി. ഒടുവിൽ അവളുടെ പിടുത്തം വിട്ടുപോയതും ജോൺ വന്ന് അവളെ രക്ഷിച്ചു. അത് കണ്ട് താർക്സ് എല്ലാം അത്ഭുതത്തോടെ നോക്കി നിന്നു. ശേഷം ജോണും ദേജയും ചേർന്ന് വില്യമിന്റെ സോൾജേഴ്സിനെയൊക്കെ ആക്രമിച്ചു. ഇടയ്ക്ക് ജോൺ ഏറ്റവും മുകളിൽ ഉണ്ടായിരുന്ന ഷിപ്പിലേക്ക് ചാടിക്കേറി. എന്നിട്ട് അതിലുള്ള വെപ്പൺ വെച്ച് മറ്റു ഷിപ്പുകളെയൊക്കെ വെടിവെച്ച് തകർത്ത് കളഞ്ഞു. എന്നാൽ ഉടനെ വില്യവും കൂട്ടരും ആ ഷിപ്പിൽ കയറി വന്നു. വില്യം നിസ്സാരമായിട്ട് ജോണിനെ ഇടിച്ചു വീഴ്ത്തി. എന്നിട്ട് ജോണിനെ കൊല്ലാൻ നിന്നതും പെട്ടെന്ന് താർക്സ് എല്ലാം കൂടെ ഷിപ്പിനെ വെടിവെക്കാൻ തുടങ്ങി. ആ തക്കത്തിൽ ജോൺ എസ്കേപ്പായി. ഇത്രയേറെ താർക്സിനെ എതിർത്ത് നിൽക്കാനുള്ള പട തൽക്കാലം വില്യമിന്റെ പക്കലില്ല. അതുകൊണ്ട് അവര് പിന്നെ ആക്രമിക്കാൻ നിൽക്കാതെ തിരിച്ചുപോയി. ജോണിന്റെ ധീരത കണ്ടിട്ടാണ് താർക്സ് അവനെ രക്ഷിച്ചത്. കാരണം ധീരതയെ വലിയ സംഭവമായിട്ടാണ് താർക്സ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ താർക്സ് ജോണിനെ അവരിൽ ഒരാളായിട്ട് കാണാൻ തുടങ്ങി. ടർക്കാസ് ആണെങ്കിൽ ജോണിനെ അവന്റെ വലം കൈ ആയിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് കേട്ട് ഹജൂസിന് ദേഷ്യം വന്നു. കാരണം വലം കൈ ആയിരിക്കുന്ന അയാളായിരിക്കും അടുത്ത രാജാവ്. എന്നാൽ അടുത്ത രാജാവാകാൻ വേണ്ടി ഹജൂസ് കുറെ നാളുകളായിട്ട് ആഗ്രഹിക്കുകയാണ്. ജോൺ ആണെങ്കിൽ എനിക്ക് ആരുടെയും വലം കൈ ആകാനൊന്നും കഴിയില്ലെന്ന് പറഞ്ഞു. പക്ഷേ എന്റെ വലങ്കൈ ആകാൻ നീ തയ്യാറായില്ലെങ്കിൽ ദേജയെ ഞാൻ കൊന്നുകളയുമെന്ന് പറഞ്ഞ് ടർക്കാസ് ഭീഷണിപ്പെടുത്തിയപ്പോൾ വേറെ നിവർത്തിയില്ലാതെ ജോൺ അത് സമ്മതിച്ചു. ശേഷം താർക്സ് എല്ലാം കൂടെ തകർന്നു വീണ ഷിപ്പുകളിൽ നിന്നും ഉപയോഗമുള്ള വെപ്പൺസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പോയി. ആ സമയം ജോൺ ദേജയുമായിട്ട് സംസാരിക്കുകയായിരുന്നു. നീ എങ്ങനെയാണ് ഇത്രയും ഉയരത്തിൽ ചാടുന്നതെന്ന് ദേജ ചോദിച്ചു. പക്ഷെ അതിന്റെ ഉത്തരം അവന് പോലും അറിയില്ലായിരുന്നു. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഈ ഗ്രഹത്തിൽ സമുദ്രങ്ങളൊന്നുമില്ല എന്ന കാര്യം അവള് പറഞ്ഞു. അത് കേട്ട് ജോൺ ആകെ കൺഫ്യൂഷനിലായി. സംശയം തോന്നി ഇതേത് ഗ്രഹമാണെന്ന് അവൻ ചോദിച്ചു. അപ്പോൾ അവള് തറയിൽ സോളാർ സിസ്റ്റത്തിന്റെ ഒരു ചിത്രം വരച്ചിട്ട് നമ്മൾ സൂര്യനിൽ നിന്നും 4ാമത്തെ ഗ്രഹത്തിലാണെന്ന് പറഞ്ഞുകൊടുത്തു. അപ്പോഴാണ് താൻ മാഴ്സിലാണെന്ന സത്യം അവൻ തിരിച്ചറിഞ്ഞത്. അപ്പോഴേക്കും രാത്രിയായി കഴിഞ്ഞിരുന്നു. അതിനാൽ സംശയം തോന്നി അവൻ ആകാശത്തിലേക്ക് നോക്കിയപ്പോൾ ഒന്നിന് പകരം 2 ചന്ദ്രന്മാരുദിച്ചു നിൽക്കുന്നത് കണ്ടു. അപ്പോൾ താൻ മാഴ്സിൽ തന്നെയാണെന്ന് അവൻ ഉറപ്പായി. പക്ഷെ അവിടുന്ന് നീ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് ദേജ അത്ഭുതത്തോടെ ചോദിച്ചു. അപ്പോൾ ടർക്കാസിന്റെയിലുള്ള ടെലിപോർട്ടിംഗ് ഡിവൈസ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് അതുപയോഗിച്ചാണ് ഞാൻ ഇവിടെ എത്തിയതെന്ന് ജോൺ പറഞ്ഞു. നോക്കിയപ്പോൾ ഡിവൈസിലുള്ള സിംബൽ തേൺസിനെ സൂചിപ്പിക്കുന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി. അതിനാൽ ജോണും ഒരു തേൺ ആയിരിക്കുമെന്ന് അവൾ കരുതി. ഇവിടെ സമീപത്ത് തേൺസിന്റെ ഉപേക്ഷിക്കപ്പെട്ട പുരാതനമായ ഒരു അമ്പലമുണ്ട്. ഒരുപക്ഷെ അവിടെ ചെന്ന് നോക്കിയാൽ ഇതിന് പിന്നിലെ സത്യാവസ്ഥകൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന് കരുതി അവള് ജോണിനെയും കൊണ്ട് അങ്ങോട്ട് പോയി. അത് പ്രവേശനം നിരോധിക്കപ്പെട്ട ഒരു അമ്പലമാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോകരുതെന്ന് സോളോ പലതവണ പറഞ്ഞതാണ്. എന്നിട്ടും അത് വകവെക്കാതെ അവര് പോയി. പേടിച്ച് സോളോയും അവരുടെ പിന്നാലെ ചെന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടുത്തെ ചുമരുകളിൽ ഇതിനെക്കുറിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും അവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. സംഭവം തേൺസ് പണ്ട് മുതലേ ഇതുപോലെ ഭൂമിയിലോട്ടും അവിടെ നിങ്ങോട്ടും ടെലിപോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ടെലിപോർട്ട് ചെയ്യണമെങ്കിൽ എന്തോ ഒരു മന്ത്രം അറിയാമായിരിക്കണം. എന്നാൽ ആ മന്ത്രം എന്താണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് തേൺസിന്റെ പഴയൊരു കൊട്ടാരത്തിനെ കുറിച്ച് ദേജ ഓർത്തത്. ഒരുപക്ഷെ അവിടെ ഈ മന്ത്രത്തിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുമെന്നാണ് ദേജ കരുതുന്നത്. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ അവിടെ താർക്സ് വന്നു. നിഷേധിക്കപ്പെട്ട അമ്പലത്തിൽ പ്രവേശിച്ചത് താർക്സിന്റെ നിയമമനുസരിച്ച് മരണശിക്ഷ നൽകേണ്ട തെറ്റാണ്. പക്ഷെ യഥാർത്ഥത്തിൽ സോളോ ടർക്കാസിന്റെ മകളാണ്. അതുകൊണ്ട് തന്നെ അവളെ കൊല്ലാൻ ടർക്കാസിന് മനസ്സ് വന്നില്ല.
അതിനാൽ ഞാൻ ഇവരെ കൊല്ലാമെന്ന് പറഞ്ഞ് ടർക്കാസ് 3 പേരെയും ഒരു ടെന്റിനകത്ത് കൊണ്ടുകയറി. എന്നിട്ട് അവരെ ടെന്റിന്റെ പിന്നിലൂടെ രക്ഷപ്പെടുത്തി വിട്ടു. പോകുന്നതിന് മുന്നേ ജോണിന്റെ ടെലിപോർട്ടിംഗ് ഡിവൈസും ടർക്കാസ് തിരികെ നൽകി. അകത്ത് കൊല്ലുന്നതിന്റെ ശബ്ദമൊന്നും കേൾക്കാത്തതുകൊണ്ട് സംശയം തോന്നിയ ഹജൂസ് അകത്ത് കയറി നോക്കിയപ്പോൾ 3 പേരും രക്ഷപ്പെട്ടിരിക്കുകയാണ്. അടുത്ത പല ദിവസങ്ങൾ 3 പേരും മരുഭൂമികളിലൂടെ നടക്കുകയായിരുന്നു. ജിമ്മിയും അവരുടെ കൂടെയുണ്ട്. പോകുന്ന വഴിക്ക് നശിച്ചു കിടക്കുന്ന പല സിറ്റികളെയും കാണാം. അവസാനം അവര് ദേജ പറഞ്ഞ സ്ഥലത്തെത്തി. ഒരു കായലിന് മധ്യത്തിലാണ് കൊട്ടാരം ഇരിക്കുന്നത്. ജിമ്മിയെ കരയിൽ തന്നെ നിർത്തിയിട്ട് ബാക്കി 3 പേരും കൂടെ ഒരു വള്ളത്തിൽ കയറി അങ്ങോട്ട് പോയി. കൊട്ടാരത്തിന് സമീപം എത്തിയതും അവൻ ദേജയും കൊണ്ട് കൊട്ടാരത്തിന്റെ മുകളിലേക്ക് ചാടിക്കേറി. ഉടനെ അവന്റെ ടെലിപോർട്ടിംഗ് ഡിവൈസ് തിളങ്ങാൻ തുടങ്ങി. അവിടെ കണ്ട ഒരു വാതിലിലൂടെ അവരകത്ത് കയറി. എന്നിട്ട് ഡിവൈസിനെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവച്ചതും അവിടെ ഹോളോഗ്രാമുകൾ പ്രത്യക്ഷപ്പെട്ടു. അതിൽ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സംഭവം, ജോൺ ഈ ഡിവൈസ് കയ്യിൽ വെച്ച് മന്ത്രം പറഞ്ഞപ്പോൾ അവനവിടെ ബോധം കെട്ട് വീണു. അതേസമയം ഈ ഡിവൈസ് ആണ് ഇങ്ങോട്ട് ടെലിപോർട്ടായി വന്നത്. ഇവിടെ വന്ന ശേഷം ഡിവൈസ് തന്നെ അവന്റെ ഒരു ക്ലോണിനെ ഇവിടെ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയാണ് ശരിക്കും ഈ ടെലിപോർട്ടേഷൻ വർക്ക് ആകുന്നത്. അതുപോലെ 9th റേയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അത് തേൺസ് പല കോടി വർഷങ്ങൾക്ക് മുൻപ് തന്നെ കണ്ടെത്തിയ ഒരു സംഭവമാണ്. അത് വെച്ച് എല്ലാത്തിനെയും പൊടിച്ചു കളയാൻ പറ്റുന്ന വളരെ ശക്തമായ വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ തേൺസ് വില്യമിനെ സഹായിക്കുന്നുണ്ടെന്ന കാര്യം അവൾക്ക് മനസ്സിലായി. പക്ഷെ ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ടെങ്കിലും മന്ത്രം എന്താണെന്ന് മാത്രം എഴുതിയിട്ടില്ല. അങ്ങനെ ആശങ്കയിൽ നിൽക്കുമ്പോഴാണ് താർക്സ് അവിടെ എത്തിയത്. ജോൺ പെട്ടെന്ന് ദേജയെയും സോളയും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു. പക്ഷെ കുറെ ദൂരം പോയിട്ടും താർക്സ് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഇനി എന്തായാലും രക്ഷയില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാം, ആ തക്കത്തിൽ നിങ്ങൾ രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞ് ജോൺ ഒരിടത്ത് നിന്നു. സെക്കൻഡുകൾക്കുള്ളിൽ അവനും താർക്സും തമ്മിൽ പൊരിഞ്ഞ യുദ്ധമായി. അവൻ ഇവിടെ ഏതാണ്ട് സൂപ്പർമാനെ പോലെയാണ്. അതിനാൽ അവൻ പുല്ല് പോലെ 100 കണക്കിന് താർക്സിനെ കൊന്നുതള്ളി. എന്നാൽ അപ്പോഴാണ് അവിടെ ഹീലിയത്തിന്റെ ഒരു ഷിപ്പ് വന്നത്. അവര് വന്ന് താർക്സിനെ ആക്രമിച്ചതും താർക്സ് എല്ലാം അവിടുന്ന് ചിതറിയോടി. ശേഷം ടാർഡോസ് ഷിപ്പിൽ നിറങ്ങി വന്നു. അയാളുടെ കൂടെ വില്യവുമുണ്ട്. ഇനി എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മനസ്സിലായതിനാൽ താൻ കല്യാണത്തിന് സമ്മതിക്കാമെന്ന് ദേജ പറഞ്ഞു. അങ്ങനെ അവളെയും ജോണിനെയും ഷിപ്പിൽ കയറ്റിക്കൊണ്ട് അവരവിടുന്ന് പോയി. ഭാഗ്യത്തിന് സോളയും ജിമ്മിയും മണ്ണിനടിയിൽ ഒളിച്ചു കിടന്നതുകൊണ്ട് അവര് രക്ഷപ്പെട്ടു. ജോണിനെയും ദേജയും കൊണ്ട് അവര് നേരെ സൊഡാങ്കയിലേക്കാണ് പോയത്. അവിടെ ജോൺ വിശ്രമിക്കുന്നതിനിടയിൽ ദേജ ആരും കാണാതെ ജോണിനെ അവളുടെ മുറിയിൽ വിളിച്ചു വരുത്തി. എന്നിട്ട് അവൾ ഒരു സത്യം പറഞ്ഞു. യഥാർത്ഥത്തിൽ കൊട്ടാരത്തിൽ മന്ത്രം എന്താണെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ജോൺ ഹീലിയത്തിന്റെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്താൽ തീർച്ചയായും സൊഡാങ്കയെ തകർക്കാൻ കഴിയുമെന്നാണ് ദേജ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവൻ തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അത് നേരത്തെ പറഞ്ഞു കൊടുക്കാത്തത്. നീ നമ്മുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യുമോ എന്ന് ചോദിക്കാനാണ് അവളിപ്പോ അവനെ വിളിച്ചു വരുത്തിയത്. നീ ഫൈറ്റ് ചെയ്യാമെന്ന് സമ്മതിച്ചാൽ ഞാൻ ഇപ്പോ തന്നെ ഈ കല്യാണത്തിൽ നിന്നും പിന്മാറുമെന്നും അവൾ പറഞ്ഞു. പക്ഷെ എനിക്ക് ഫൈറ്റ് ചെയ്യാനൊന്നും താല്പര്യമില്ലെന്നാണ് ജോൺ പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ അവനെ കൂടുതൽ പുഷ് ചെയ്യാൻ നിൽക്കാതെ അവള് ഡിവൈസ് അവന് കൊടുത്തിട്ട് മന്ത്രവും പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് അവിടെ വില്യം കയറി വന്നത്. അവൾ പെട്ടെന്ന് വില്യമിനെ നോക്കിയിട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ ജോണിനെ കണ്ടില്ല. അപ്പോൾ അവൻ തിരിച്ച് ഭൂമിയിൽ പോയി കാണുമെന്ന് കരുതിയിട്ട് അവള് കല്യാണം നടത്താൻ പൂർണ്ണമായും സമ്മതമാണെന്ന് പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ അവൻ മുകളിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ശേഷം അവൻ ആരും കാണാതെ പുറത്തിറങ്ങി രക്ഷപ്പെടാമെന്ന് കരുതിയതും ഷാങ് വന്ന് അവനെ പിടികൂടി. ജോണിന്റെ ദേഹത്ത് ഒരു ഡിവൈസും കുത്തിവെച്ചു. അത് കാരണം ജോൺ പൂർണ്ണമായും ഷാങ്ങിന്റെ നിയന്ത്രണത്തിലായി. ശേഷം അവൻ എല്ലാ കാര്യങ്ങളും ജോണിന് പറഞ്ഞു കൊടുത്തു. സംഭവം, തേൺസ് ശരിക്കും പ്രപഞ്ചത്തിന്റെ മറ്റെവിടുന്നോ വന്ന ഏലിയൻസ് ആണ്. അവർക്ക് ഒരിക്കലും സ്വാഭാവികമായ മരണമില്ല. 100 കണക്കിന് കോടി വർഷങ്ങളായിട്ട് അവർ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഇതുപോലെ അവർ ഓരോ ഗ്രഹത്തിലും പോയിട്ട് ആ പ്ലാനറ്റിന്റെ മൊത്തം നിയന്ത്രണവും ഏറ്റെടുക്കും. പക്ഷെ അത് നേരിട്ടായിരിക്കില്ല ചെയ്യുന്നത്. വില്യമിനെ പോലെയുള്ള ക്രൂരന്മാരായ നേതാക്കളെ തിരഞ്ഞെടുത്ത് അവർക്ക് പിന്നിൽ നിന്നുമായിരിക്കും തേൺസ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് അവർ വില്യമിനെ തിരഞ്ഞെടുത്തത്. ഇങ്ങനെ കാലാകാലങ്ങളോളം അവരൊരു ഗ്രഹത്തിൽ ജീവിക്കും. അതോടൊപ്പം അവർ ആ പ്ലാനറ്റിന്റെ മൊത്തം സ്രോതസ്സുകളും ഉപയോഗിച്ചുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് മാർസിലെ സകല സ്രോതസ്സുകളും നശിച്ചു പോയത്. അവസാനം ഒരു സ്രോതസ്സും ബാക്കിയില്ലാതെയാകുമ്പോൾ ആ പ്ലാനറ്റിലുള്ള സകല ജീവനെയും തേൺസ് തിന്നു തീർക്കും. എന്നിട്ട് പിന്നെ അടുത്ത പ്ലാനറ്റിലേക്ക് പോകും. ഇങ്ങനെ അവര് കോടിക്കണക്കിന് പ്ലാനറ്റ്സിനെ നശിപ്പിച്ചിട്ടുണ്ട്. മാർസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഭൂമിയാണ് അവരുടെ ലക്ഷ്യം. ഇപ്പൊ നടക്കാൻ പോകുന്ന വിവാഹം വെറുതെയാണ്. അത് വില്യമിനെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രം നടത്തുന്നതാണ്. അതായത് വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഹീലിയത്തിന്റെ ശരിക്കും അധികാരി വില്യമാകും. അങ്ങനെ ശരിയായ രീതിയിൽ അധികാരിയായി കഴിഞ്ഞാൽ പിന്നെ അവനെ ചലഞ്ച് ചെയ്യാനായിട്ട് ആരും തന്നെ വരില്ല. ഇതാണ് തേൺസിന്റെ പ്ലാൻ. വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ അവളെ കൊല്ലുകയും ഹീലിയത്തിനെ സൊഡാങ്ക ആക്രമിച്ച് കീഴടക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാ കാര്യങ്ങളും തേൺ പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് അവിടെ ജിമ്മി എത്തിയത്. ജോണിനെ നിയന്ത്രിക്കുന്ന കൺട്രോളർ ഷാങ്ങിന്റെ കയ്യിലുണ്ടായിരുന്നു. അതിനെ ജിമ്മി വന്ന് കടിച്ച് നശിപ്പിച്ചു കളഞ്ഞു. അത് കാരണം ജോൺ സ്വതന്ത്രനായി. അങ്ങനെ അവൻ ഒരു ഷിപ്പ് മോഷ്ടിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു. സിറ്റിക്ക് പുറത്ത് സോളോ അവനെയും കാത്ത് നിൽപ്പുണ്ടായിരുന്നു.
അവളെയും കൊണ്ട് അവൻ നേരെ താർക്സിന്റെ സിറ്റിയിൽ വന്നു. എന്തായാലും ജോൺ ഒറ്റയ്ക്ക് സൊഡാങ്കൻസിനെ എതിർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ വന്ന് ടർക്കാസിന്റെ സഹായത്തോടെ താർക്സിനെയും കൊണ്ടുപോയി സൊഡാങ്കയുമായിട്ട് ഫൈറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അവൻ ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഹജൂസ് ആണ് പുതിയ രാജാവ്. അവൻ ഉടൻ തന്നെ ജോണിനെയും സോളോയെയും കൊണ്ട് ജയിലിലടച്ചു. നോക്കുമ്പോൾ ടർക്കാസും ആ ജയിലിലുണ്ടായിരുന്നു. ടർക്കാസ് വഞ്ചകനാണെന്ന പേരിൽ അവനെ ചലഞ്ച് ചെയ്യാൻ എല്ലാവരും ഹജൂസിനെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് അവൻ ടർക്കാസിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ച് പുതിയ രാജാവായത്. കുറച്ചു കഴിഞ്ഞ് വലിയ മോൺസ്റ്റേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഹജൂസ് 3 പേരെയും കൊണ്ടൊരു കുഴിയിലിട്ടു. ജോണിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അതിനാൽ അവന് മോൺസ്റ്റേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വളരെ പ്രയാസമാണ്. അവസാനം അവനെ കെട്ടിയിരുന്ന കല്ലോടെ അവൻ വലിച്ചിളക്കി. എന്നിട്ട് ആ കല്ലെടുത്ത് ഒരു മോൺസ്റ്ററിന്റെ തലയിലടിച്ചു. അങ്ങനെ ഒരെണ്ണത്തിനെ കൊന്നു. ശേഷം ചങ്ങലയൊക്കെ വലിച്ചു പൊട്ടിച്ച് കളഞ്ഞിട്ട് അവൻ ഓടിച്ചെന്ന് ഒരു വലിയ കത്തി എടുത്തു. ഉടനെ രണ്ടാമത്തെ മോൺസ്റ്റർ വന്ന് അവന്റെ പുറത്തൂടെ വീണു. അവൻ ചത്തുപോയി കാണുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ കുറച്ച് സെക്കൻഡുകൾ കഴിഞ്ഞതും അവൻ മോൺസ്റ്ററിനെ പിളർത്തിക്കൊണ്ട് പുറത്തു വന്നു. അത് കണ്ട് താർക്സ് എല്ലാം അവന് ആർപ്പ് വിളിച്ചു. ശേഷം അവൻ ഹജൂസിനെ ചലഞ്ച് ചെയ്തു. പക്ഷെ നിന്നെ ആരും സപ്പോർട്ട് ചെയ്യില്ലെന്ന് പറഞ്ഞ് അവൻ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്തില്ല. എന്നാൽ എല്ലാവരും ജോണിനെ സപ്പോർട്ട് ചെയ്ത് അവന് ജയ് വിളിച്ചു. അങ്ങനെ വേറെ നിവർത്തിയില്ലാതെ ഹജൂസ് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് ജോണിനെ ആക്രമിക്കാൻ വേണ്ടി ചാടി ഇറങ്ങിയതും ജോൺ പുല്ല് പോലെ അവന്റെ തല വെട്ടിക്കളഞ്ഞു. അപ്പോ ഇനി ജോൺ ആണ് താർക്സിന്റെ പുതിയ രാജാവ്. അങ്ങനെ അവൻ താർക്സിനെയും കൊണ്ട് വേഗം സൊഡാങ്കയിലേക്ക് പോയി. സൊഡാങ്കയിൽ എത്തിയപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് കല്യാണം ഹീലിയത്തിൽ വെച്ചാണെന്ന് അറിഞ്ഞത്. എന്നാൽ ഇനി എല്ലാവരും കൂടെ അവിടെ എത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ഇവിടെ സൊഡാങ്കൻസിന്റെ കുറെ ഷിപ്പുകളുണ്ട്. അതിൽ കയറി നമുക്ക് എല്ലാവർക്കും പോകാമെന്ന് ജോൺ പറഞ്ഞു. എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ താർക്സ് ഒരിക്കലും ഷിപ്പിൽ കയറില്ല. അത് അവരുടെ ഒരു രീതിയാണ്. അത് തെറ്റിക്കാൻ പറ്റില്ലെന്ന് ടർക്കാസ് പറഞ്ഞു. അങ്ങനെ നിരാശനായ ജോൺ ഒരു ഷിപ്പും എടുത്തുകൊണ്ട് ഒറ്റയ്ക്ക് ഹീലിയത്തിലേക്ക് പോയി. അവിടെ വിവാഹം കഴിഞ്ഞാൽ ഉടൻ തന്നെ സിറ്റിയെ ആക്രമിക്കാനായിട്ട് സൊഡാങ്കയുടെ മുഴുവൻ പടയും രഹസ്യമായിട്ട് സിറ്റിക്ക് പുറത്തു നിൽക്കുന്നത് കാണാം. സിറ്റിയിൽ വില്യം ദേജയുടെ കഴുത്തിൽ താലി കെട്ടാൻ നിൽക്കുകയായിരുന്നു. എന്നാൽ കൃത്യസമയത്ത് ജോൺ അവിടെ എത്തി. വന്ന പാടെ ഇത് വെറും ചതിയാണെന്നും പുറത്ത് സൊഡാങ്കയുടെ ആർമി ആക്രമിക്കാൻ റെഡിയായി നിൽക്കുകയാണെന്നും വിളിച്ച് കൂകി. ഉടനെ സിറ്റിയെ ആക്രമിക്കാൻ ആർമിക്ക് വില്യം സിഗ്നൽ നൽകി. പിന്നെ സൊഡാങ്കയും ഹീലിയവും തമ്മിൽ പൊരിഞ്ഞ യുദ്ധമായി. ജോൺ വില്യവുമായിട്ട് ഫൈറ്റിംഗ് ആയിരുന്നു. സൊഡാങ്കയുടെ ആർമി വളരെ പവർഫുൾ ആണ്. അത് മാത്രമല്ല എണ്ണത്തിൽ അവർ ഒരുപാട് കൂടുതലാണ്. അതിനാൽ അവർ പതിയെ ഹീലിയത്തിന്റെ ആർമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം സൊഡാങ്ക തന്നെ ജയിക്കുമെന്ന അവസ്ഥയിലെത്തി. പക്ഷേ പെട്ടെന്ന് അവിടെ കുറെ ഷിപ്പുകൾ വന്ന് പതിച്ചു. നോക്കുമ്പോൾ അത് താർക്സ് ആയിരുന്നു. അവരെ കണ്ടപ്പോൾ ജോണിന് സന്തോഷമായി. പിന്നെ താർക്സും ഹീലിയവും ചേർന്ന് സൊഡാങ്കൻസിനെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. താർക്സും കൂടെ വന്നപ്പോൾ പിന്നെ കളി ആകെ മാറി. അങ്ങനെ 2 കൂട്ടരും കൂടെ നിസ്സാരം പോലെ സൊഡാങ്കൻസിനെ കീഴടക്കി. അവസാനം വില്യമിനെയും കൊന്നുകളഞ്ഞു. അതിനിടയിൽ ഷാങ് അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തു. എല്ലാവരും വിജയത്തിന്റെ സന്തോഷത്തിൽ ആഘോഷിച്ചു. എന്തായാലും കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ആയതല്ലേ എന്ന് കരുതി ജോൺ ദേജയെ കല്യാണം കഴിക്കുകയും ചെയ്തു. ശേഷം ഒരു ദിവസം രാത്രി ജോൺ അവന്റെ ടെലിപോർട്ടിംഗ് ഡിവൈസ് എടുത്ത് കളഞ്ഞു. അതായത് അവൻ ഇനി എന്നേക്കുമായിട്ട് ഇവിടെ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ അത് കളഞ്ഞിട്ട് തിരിഞ്ഞതും പെട്ടെന്ന് ഷാങ് വന്ന് ജോണിനെ ഭൂമിയിലേക്ക് ടെലിപോർട്ട് ചെയ്തു. പിന്നെ കണ്ണു തുറന്നപ്പോൾ അവൻ ആ പഴയ ഗുഹയിലായിരുന്നു. നോക്കുമ്പോൾ അവന്റെ ഡിവൈസും കാണുന്നില്ല. പിന്നെ അവൻ മറ്റൊരു ഡിവൈസ് കണ്ടെത്താനുള്ള തത്രപ്പാടിലായിരുന്നു. എന്നാൽ 10 വർഷങ്ങൾ തിരഞ്ഞപ്പോഴാണ് അവൻ അങ്ങനെ ഒരു ഡിവൈസ് കണ്ടെത്താൻ പറ്റിയത്. പക്ഷേ തേൺസ് അവനെ എപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടെന്ന കാര്യം അവൻ അറിയാമായിരുന്നു. ഇവൻ ടെലിപോർട്ടായ ശേഷം ഇവന്റെ ഇവിടെയുള്ള ശരീരത്തിനെ കൊന്നാൽ അതേപോലെ മാർസിലും അവൻ മരിക്കും. അതുകൊണ്ട് ടെലിപോർട്ട് ചെയ്താൽ തീർച്ചയായും അവനെ കൊല്ലാൻ തേൺസ് വരുമെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് അവരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്റെ മരണം ഫേക്ക് ചെയ്യാൻ അവൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ ഒരു ദിവസം ശരീരത്തിൽ ജീവൻ ഇല്ലെന്ന് തോന്നിക്കുന്ന ഒരുതരം കെമിക്കൽ കഴിച്ചു. അങ്ങനെയാണ് അവൻ മരിച്ചു എന്ന് കരുതി ലോയർ അവനെ കൊണ്ട് കല്ലറയിൽ അടക്കിയത്. അന്ന് അവൻ നെഡിന് എഴുതിയ കത്തിൽ കല്ലറ തുറക്കാനുള്ള പാസ്വേഡ് ഉണ്ട്. അത് വെച്ച് എത്രയും വേഗം നീ കല്ലറ തുറന്നിട്ട് എന്റെ ശരീരം സേഫ് ആണോ എന്ന് നോക്കണമെന്ന നിർദ്ദേശത്തോടെ അവൻ നെഡിന് എഴുതിയ പുസ്തകം അവസാനിപ്പിച്ചു. നെഡ് പെട്ടെന്ന് ചെന്ന് കല്ലറ തുറന്നു നോക്കി. പക്ഷെ അകത്ത് ജോണിന്റെ ശരീരം കാണുന്നില്ല. ഉടനെ ജോണിനെ കൊല്ലാൻ അവിടെ ഒരു തേണെത്തി. അവൻ നെഡിനെ ആക്രമിക്കാൻ നിന്നതും പെട്ടെന്ന് തേണിനെ ആരോ പിന്നിൽ നിന്നും വെടിവെച്ചു. നെഡ് ആകെ പേടിച്ച് കിടുങ്ങി തിരിഞ്ഞു നോക്കിയപ്പോൾ അത് ജോൺ ആയിരുന്നു. സംഭവം 10 വർഷങ്ങൾ തിരഞ്ഞിട്ടും അവന് യഥാർത്ഥത്തിൽ ടെലിപോർട്ടിംഗ് ഡിവൈസ് കിട്ടിയിരുന്നില്ല. ഇങ്ങനെ മരണം ഫേക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിന് പിന്നിലെ സത്യാവസ്ഥ മനസ്സിലാക്കി ഒരു തേൺ അവനെ കൊല്ലാൻ വരുമെന്ന് അവൻ ഉറപ്പായിരുന്നു. തേൺസിന്റെയിലെല്ലാം ടെലിപോർട്ടിംഗ് ഡിവൈസ് ഉണ്ട്. അങ്ങനെ തേൺ വരുമ്പോൾ തേണിന്റെയിലുള്ള ഡിവൈസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ജോൺ ഈ നാടകമെല്ലാം കളിച്ചത്. ശേഷം എന്റെ ബോഡി നീ സേഫ് ആയിട്ട് സൂക്ഷിക്കണമെന്ന് നെഡിനോട് പറഞ്ഞിട്ട് അവൻ ആ ഡിവൈസും കൊണ്ട് കല്ലറയിൽ കയറി വാതിലടച്ചു. എന്നിട്ട് മന്ത്രം ചൊല്ലി മാർസിലേക്ക് ടെലിപോർട്ട് ആകുന്ന ദൃശ്യത്തോടെ സിനിമ അവസാനിക്കുകയാണ്.